നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. സ്മാർട്ട് സിറ്റിയിൽ നിന്നും ടീകോമിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തോടെ തകരുന്നത് വിഖ്യാതമായ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുടെ മാതൃകയിൽ ആഗോള IT സിറ്റി കൊച്ചിയിൽ കെട്ടിപ്പടുക്കുക എന്ന സ്വപ്നം തന്നെയാണ്. 2004 മുതൽ 2 പതിറ്റാണ്ടായി മോഹിച്ചിട്ട് നടക്കാത്ത ആ സ്വപ്നം ഉടച്ചു വാർക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ദുബായിലെ ടീകോം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഒഴിവാക്കാൻ സംസ്ഥാന മന്ത്രിസഭയാണ് അന്തിമ തീരുമാനമെടുത്തത്. പ്രവർത്തനം തുടങ്ങി 13 വർഷം കഴിഞ്ഞിട്ടും ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കമ്പനിക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ നടപടി. പദ്ധതിക്ക് പാട്ടത്തിന് നൽകിയ 246 ഏക്കർ തിരിച്ചു പിടിക്കുകയും ഇതുവരെയുള്ള നിക്ഷേപം കണക്കാക്കി കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും. അതാണിപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. കേരളത്തിലേറെ കൊള്ളക്കമുണ്ടാക്കിയൊരു പദ്ധതിയായിരുന്നു ഈ സ്മാർട്ട് സിറ്റി. 2011 ടീകോമുമായി അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ സർക്കാരാണ് കരാറുണ്ടാക്കിയത്. 10 വർഷം കൊണ്ട് 88 ലക്ഷം ചതുരശ്ര അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക, അതിൽ 70% IT-ക്കും അനുബന്ധ കമ്പനികൾക്കുമായി നീക്കിവെക്കുക, 90,000 തൊഴിൽ ലഭ്യമാക്കുക തുടങ്ങിയ നിബന്ധനയുള്ള കരാറാണ് അന്ന് ടീകോമുമായി ഉണ്ടാക്കിയത്. പക്ഷേ പ്രതിവർഷം എത്ര തൊഴിൽ എന്നതിന് വരെ വ്യക്തമായ വ്യവസ്ഥകളുണ്ടായിരുന്നു. ഒരു വർഷം പോലും ടീകോം അത് പാലിച്ചില്ല. കരാർ പ്രകാരം വേണ്ടതിൻ്റെ 10-1, 20-1 കെട്ടിടങ്ങൾ പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. വീഴ്ച വരുത്തിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് 2007 കരാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അവരെ പറഞ്ഞു വിടുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ VS അച്യുതാനന്ദൻ്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു പറയുന്നു. വ്യവസ്ഥകളൊന്നും പാലിക്കാത്ത ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാര തുക കൊടുക്കാമെന്ന് പറയുന്നത് തന്നെ അഴിമതിയാണ്. അത് ഈ ടീകോമിൻ്റെ അധീനതയിലുള്ള വസ്തു മറ്റാൾക്കാർക്ക്, മറ്റ് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് മറിച്ചു കൊടുക്കാനുള്ള ഗൂഢ താല്പര്യത്തിൻ്റെ അതിൻ്റെ പുറത്ത് കാണിക്കുന്ന വ്യഗ്രതയാണെന്നും ജോസഫ് സി മാത്യു വരയിട്ട് പറയുന്നു. കരാർ ഉണ്ടാക്കിയത് ആദ്യം 2007. 2011 കരാറൊന്നും ഒപ്പിട്ടില്ല. 2007 കരാറിൽ ടീകോംകാർ നിശ്ചിത ശതമാനം ഭൂമിയിൽ ഫ്രീ ഹോൾഡ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് VS അച്യുതാനന്ദൻ സർക്കാർ ഒഴിഞ്ഞു പോകാൻ അവർക്ക് നോട്ടീസ് നൽകിയത്. 2011 മെയ് മാസം സർക്കാർ സ്ഥാനമൊഴിയുമെന്ന് ഉറപ്പാണ്. അതിനു മുമ്പേ ഒരു തീരുമാനമെടുക്കാൻ ജനുവരിയിൽ തന്നെ ടീകോമിന് കത്ത് കൊടുത്തു. അപ്പോഴാകട്ടെ ഫ്രീ ഹോൾഡ് എന്ന ആവശ്യം ടീകോം പിൻവലിച്ചു. പക്ഷേ നാളിതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതല്ലാതെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കാൻ ടീകോമിന് സാധിച്ചില്ല. സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്നാണ് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. പദ്ധതി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വ സർക്കാരുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. പെർഫോം ചെയ്യാത്തത് ടീകോം ആണെങ്കിൽ എന്തിനാണ് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. മന്ത്രിസഭാ യോഗം ചെയ്യുന്ന പദ്ധതി അവസാനിപ്പിക്കാനും കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകി ഭൂമി ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകാനുള്ള തീരുമാനം കേരളത്തിൽ നടക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മുന്നറിയിപ്പ്. 90,000 പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പ് നൽകിയ സംരംഭമാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നതെന്നും ടീകോമിന് നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടെന്നാണ് അർത്ഥമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. 2016 ഫെബ്രുവരി 20 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്മാർട്ട് സിറ്റിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ്. 5 വർഷം കൊണ്ടാണ് 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് IT ടവർ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തതെന്ന് VD സതീശൻ എടുത്തു പറയുന്നു. അതിനുശേഷം കഴിഞ്ഞ 8 വർഷം ഇടത് സർക്കാർ അവിടെ എന്താണ് ചെയ്തതെന്നും ചോദിക്കുന്നു. 8 വർഷത്തിന് ശേഷം ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചെങ്കിൽ പിന്നിൽ ദുരൂഹതയുണ്ടെന്നും VD സതീശൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. ടീകോമിന് നൽകിയ ഭൂമി മറ്റു ചില കുത്തകൾക്ക് കൈമാറാൻ ശ്രമമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ സർക്കാർ ഈ സ്ഥലം ഏറ്റെടുത്ത് IT വികസിപ്പിക്കാൻ പറ്റുന്ന കമ്പനികളുമായി സഹകരിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. ദുബായ് കമ്പനിയിൽ നിന്നും സ്ഥലം തിരിച്ചെടുത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനുള്ള പദ്ധതിയായി ഇതിനെ മാറ്റരുതെന്നും IT മേഖല ആവശ്യപ്പെടുന്നു. സ്ഥലം ഏറ്റെടുക്കാനും IT പാർക്കായി വികസിപ്പിക്കാനും സാധ്യതകൾ ഏറെയുണ്ട് അവിടെ. മറ്റൊരു നിക്ഷേപ പങ്കാളിയെ കണ്ടെത്തുകയാണ് ആദ്യ വഴി. താല്പര്യമുള്ള നിക്ഷേപകർ എത്തിയാൽ പുതുക്കിയ വ്യവസ്ഥയോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇൻഫോ പാർക്കിന് സ്മാർട്ട് സിറ്റിയുടെ സ്ഥലവും കെട്ടിടങ്ങളും കൈമാറാം. ഇപ്പോൾ തന്നെ 152 കമ്പനികളാണ് ഇൻഫോ പാർക്കിൽ സ്ഥലം തേടി കാത്തു നിൽക്കുന്നത്. സ്മാർട്ട് സിറ്റിയുടെ സ്ഥലം ലഭ്യമായാൽ ഇൻഫോ പാർക്ക് 3ാം ഘട്ടം വികസിപ്പിക്കാം. ഒരേ IT ഇക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായതിനാൽ IT കമ്പനികളെ ആർഷിക്കാൻ എളുപ്പവുമാകും.